കേരള പോലീസിന്റെ ചില സമയത്തെ പെരുമാറ്റം കണ്ടാൽ നമുക്ക് തോന്നും ഇവർ കേരളത്തിലെ പോലീസുകാരാണോ അതോ കേരളത്തിലെ ഗുണ്ടകളാണോ എന്ന്. അത്തരത്തിലാണ് ഇവരുടെ ആഭാസത്തരം പലപ്പോഴും നമ്മൾ കാണുന്നത്. നല്ലവരായ പോലീസുകാരല്ല, അതിലെ ചില പുഴുക്കുത്തുകളെ കുറിച്ചാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ നടന്ന സംഭവം ഇത് ഏറ്റവും വലിയ ഉദാഹരണമായി നമ്മളുടെ മുന്നിൽ നിൽക്കുന്നതാണ്. അതായത് ഒരു സ്ത്രീയുടെ തോളെല്ല് വരെ തല്ലി പൊട്ടിച്ചിട്ട് പറയുന്നു ആള് മാറിപ്പോയതാണ് എന്നുള്ളത്. ഒരു കൃത്യമായ നിയന്ത്രണം പോലീസിനെ നയിക്കാനില്ലാത്തതാണോ പോലീസ് ഇത്രത്തോളം അഴിഞ്ഞാടാനുള്ള കാരണം? നമ്മുടെ കേരള പോലീസ് കുറച്ചു കാലമായിട്ട് രണ്ട് സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഒന്നിൽ ആശാൻ്റെ നെഞ്ചത്ത്, അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്. ഇതാണ് കുറേ കാലമായിട്ട് പോലീസിൻ്റെ ഒരു സമീപനം. അതിൻ്റെ ഒരു പ്രധാന കാരണം പോലീസിനെ നയിക്കുന്ന സംവിധാനത്തിലുണ്ടാകുന്ന ദൗർബല്യവും പിടിപ്പുകേടുമാണ് പോലീസിനെ ഈ സ്ഥിതിയിലേക്ക് കൊണ്ടുപോയത്. കുറച്ചു കാലം മുമ്പ് നമുക്കറിയാം, കുറച്ച് റൗഡികൾ, ഗുണ്ടകൾ ഒരു മൃതശരീരം കൊണ്ടുപോയി പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോയി. വേറെ ഒരു ഘട്ടത്തിൽ ഒരാളുടെ കാല് വെട്ടി പരസ്യമായി വലിച്ചെറിഞ്ഞിട്ട് പോകുന്നു. ഇവിടെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിൻ്റെ ഉത്തരവാദിത്വം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളതാണ്. അതിൽ പോലീസ് പരാജയപ്പെട്ടാൽ ജനങ്ങൾ പോലീസായിട്ട് മാറും. കാരണം എപ്പോഴും ജനങ്ങളെ അങ്ങനെ അടിച്ചമർത്തി കൊണ്ടുപോവുക അസാധ്യമായ ഒരു കാര്യമാണ്. പത്തനംതിട്ടയിൽ നടന്നത് തനി തോന്നിയവാസമാണ് എന്ന് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. കുറ്റവാളികളായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ കർശനമായ ശിക്ഷാ നടപടികൾ, മാതൃകാപരമായ ശിക്ഷാ നടപടി കൈക്കൊള്ളാൻ ഗവൺമെൻറ്റിന് കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കും. രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ വ്യക്തിപരമായ സ്വാധീനങ്ങളുടെയൊക്കെ പേരിൽ അത് ലാഘവത്തോടാണ് ഇത് കാണുന്നതെങ്കിൽ അതിന് ദീർഘവ്യാപകമായ അതിൻ്റെ ഒരു പ്രത്യാഘാതം ശക്തമായിരിക്കും ഉണ്ടാകുന്നത്. പോലീസ് അച്ചടക്കമുള്ള ഒരു ഫോഴ്സാണ്. അപ്പോൾ അവർ കുറച്ച് ആളുകൾ ഒരിടത്തിരിക്കുന്നു അല്ലെങ്കിൽ കൂട്ടം കൂടി നിൽക്കുന്നു എന്ന് കണ്ടാൽ ഉടനെ ഇറങ്ങി വന്ന് ലാത്തി കൊണ്ട് അവരെ തല്ലിച്ചതയ്ക്കാൻ എന്ത് അധികാരമാണ് പോലീസുകാർക്കുള്ളത്? അതങ്ങനെ ചെയ്യാൻ പാടില്ല. അതേസമയം അവിടെ നിന്ന കുറച്ച് ആളുകൾ, ഒരു കൊട്ടേഷൻ സംഘമാണ് അവിടെ നിൽക്കുന്നതെന്ന് വിചാരിക്കുക, അവരുടെ കയ്യിൽ അത്യാവശ്യം ആയുധമുണ്ടെന്ന് വിചാരിക്കുക, പോലീസ് വളരെ മര്യാദയ്ക്കല്ലേ പെരുമാറുള്ളൂ. ഇത് നിസ്സഹായമായ ഒരു ജനതയുടെ ഒരു പറ്റും ആളുകളുടെ മുകളിലല്ലേ ചാടിക്കരുത്. അവരെ അവിടെ കണ്ടു, സംശയം തോന്നിയാൽ പിടിച്ചു നിർത്തണം, ചോദ്യം ചെയ്യണം, ആവശ്യമുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരണം. നിയമപരമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ പോലീസിന് അധികാരമുണ്ട്. ഇത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു അതിക്രമമല്ല. പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസുകാരെ വളരെ പൊളൈറ്റായിരിക്കണം, അവർ ഒബീഡിയൻ്റ് ആയിരിക്കണം, അവർ ലോയലായിരിക്കണം, ജനങ്ങളോട് ലോയലായിരിക്കണം. അതുപോലെ തന്നെ അവർ ഇൻ്റലിജൻ്റ് ആയിരിക്കണം. നിൽക്കുന്നവൻ ആരാണെന്നറിയണം, അതിനാ ഇൻ്റലിജൻസ് വേണമെന്ന് പറഞ്ഞു. ഇൻ്റലിജൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ നല്ല ക്യാരക്ടറുള്ള ആളുകളായിരിക്കണം പോലീസിൽ ഉണ്ടാകേണ്ടത്. കേപ്പബിൾ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാകണം. പിന്നെ അവർക്ക് അത്യാവശ്യം എലീറ്റ്നെസ് വേണം, ഒരാഠ്യത്വം വേണം പോലീസുകാരന്. കാരണം ഒരുത്തൻ്റെ ശരീരത്തിലേക്ക് യൂണിഫോമും അവന് തൊപ്പിയും വന്നാൽ അതിനർത്ഥം അവർക്ക് ഉത്തരവാദിത്വം വർദ്ധിച്ചു എന്നുള്ളതാണ്. നമ്മൾ ഈ റോഡിൽ ഇറങ്ങി നടക്കുന്നത് നമുക്ക് യൂണിഫോമും തൊപ്പിയൊന്നുമില്ല. യൂണിഫോമും തൊപ്പിയിട്ട് പോലീസ് നിൽക്കുന്നത് നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനാണ്, അല്ല നമുക്ക് ഭീഷണി ഉണ്ടാക്കാൻ. ഈ പോലീസ് ചെയ്ത കാര്യം സാധാരണ ഒരു കൊട്ടേഷൻ സംഘത്തിന് ചെയ്യാമല്ലോ ഈ കാര്യം. അതിന് വലിയ മഹത്വമൊന്നും വേണ്ടല്ലോ. കൊട്ടേഷൻ സംഘത്തിൻ്റെ ഒരു പറ്റം ആളുകൾ ജീപ്പിൽ വന്നിറങ്ങി ഇത് കാണിച്ചാൽ എന്താ സ്ഥിതി? അപ്പോൾ ദാറ്റ് മീൻസ് ഇപ്പോൾ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഗുണ്ടാപ്പണി ചെയ്ത പോലെയാണ് നമുക്കത് തോന്നുന്നത്. ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കരുതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ചെയ്ത തെറ്റിന് അർഹമായ ശിക്ഷ കൊടുക്കാൻ ഭരണകൂടത്തിന് കഴിയുന്നില്ലെങ്കിൽ അത് ഭരണകൂടത്തിൻ്റെ അക്ഷന്തവ്യമായ വീഴ്ചയായിട്ട് വരും എന്ന് മാത്രമല്ല, ഇത് ഭരണകൂടത്തിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് കാര്യങ്ങൾ മാറി കേരളം ഒരു പോലീസ് രാജ്യമായിട്ട് മാറാൻ അധികകാലം വേണ്ടിവരില്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഭാഗത്തു നിന്നും ചെറുത്തുനിൽപ്പ് ഉണ്ടാകും. അപകടത്തിലേക്ക് കേരളം പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ, ഇപ്പോഴത്തെ ഒരു അക്രമ രീതികൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കുറ്റകൃത്യങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ ഈ 2025 തുടങ്ങിയത് മുതലുള്ള കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ പോലീസിനെ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു തരത്തിലും ഭയമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ബാലരാപുരത്ത് 2 വയസ്സായ കൊച്ചിനെ കിണറ്റിലെറിഞ്ഞു കൊന്നു. എന്താണ് കാരണം? ആരാണ് കൊന്നത്? ഇപ്പോഴും ചോദ്യചിഹ്നമായി നിൽക്കുന്നു. ചെന്താമര എന്ന് പറയുന്ന ഒരു കൊടും ക്രിമിനൽ, അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം പലതവണ ആ വീട്ടുകാർ ചെന്ന് പരാതി പറഞ്ഞു ഇയാൾ ഭീഷണിപ്പെടുത്തുന്നുവെന്ന്. പോലീസ് ഒരു തരത്തിലും മുഖവിലേക്ക് എടുക്കാത്തതിൻ്റെ കാരണമാണ് 2 ജീവനുകൾ വീണ്ടും ചെന്താമര എന്ന് പറയുന്ന കൊടും ക്രൂരൻ്റെ കയ്യിലൂടെ തീർന്നത് എന്നുള്ളത്. മാത്രമല്ല, തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോൾ അയാൾ തൊട്ടടുത്തുള്ള സ്ത്രീയെ പല്ലും കൈയും കാണിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന് പറയുന്നു, ഒപ്പം പോലീസ് ഉള്ളപ്പോൾ.
ഈ കഠിനംകുളത്ത് ഒരു സ്ത്രീ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട ഒരു പുരുഷൻ വന്ന് കഴുത്തറുത്താണ് കൊലപ്പെടുത്തിയത്. അപ്പോൾ ഇത്ര ഒരുപാട് കാര്യങ്ങൾ, പല കാര്യങ്ങൾ, അമ്മയെ കഴുത്തറുത്ത് അല്ലെങ്കിൽ തൊട്ടടുത്തുനിന്ന് വടിവാൾ വാങ്ങിക്കൊണ്ടുവന്ന് അതിക്രൂരമായി കൊലപ്പെടുത്തിയതിനു ശേഷം പോലീസുകാരോടൊപ്പം ഇരുന്ന് ക്യാമറയ്ക്ക് മുന്നിൽ ഉമ്മം കൊടുക്കുന്ന മകൻ. അപ്പോൾ അത്തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. കേരള പോലീസ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ ഞങ്ങൾക്ക് ഒരു തരത്തിലും ഭയമില്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ഈ പോലീസിൻ്റെ കഴിവുകേട് കൊണ്ട് തന്നെയല്ലേ? അല്ല, ഈ കാര്യത്തിൽ ഞാൻ 100% പോലീസിൻ്റെ കഴിവുകേടായിട്ട് അതിനെ കാണുന്നില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വളരെ അടുത്ത സുഹൃത്തായ ഒരു സീനിയർ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരിക്കൽ വളരെ ദുഃഖത്തോടുകൂടി പറഞ്ഞു, ജീവൻ പണയം വെച്ച് ഒരു കൊടും കുറ്റവാളിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഞാൻ അതിൻ്റെ പേര് മറ്റു ഡീറ്റെയിൽസിലേക്കും പോകുന്നില്ല. പോലീസ് കോടതിയിൽ ഹാജരാക്കുന്നു. കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കുറ്റവാളി സമ്പന്നനാണ്, സ്വാധീനമുള്ളവനാണ്. അവൻ നല്ല അഡ്വക്കേറ്റിനെ വെച്ച് കോടതിയിൽ കേസ് വാദിക്കുന്നു. പിന്നെ സർക്കാരിൻ്റെ അഭിഭാഷകരെ അറിയാമല്ലോ, അവർ പലരും പല സ്വാധീനത്തിലോ രാഷ്ട്രീയ താല്പര്യങ്ങളുടെ പേരിലൊക്കെ നിയമിക്കുന്ന ആളുകളായിരിക്കും ഈ ഗവൺമെൻറ് പ്ലീഡർമാരായിട്ടൊക്കെ വെക്കുന്ന ആളുകൾ. അവർ തന്നെ പലപ്പോഴും കറപ്റ്റുള്ള ഗവൺമെൻറ് പ്ലീഡർമാരുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും ശരി, അവർ വന്ന് ഈ കേസ് എടുക്കുമ്പോഴേ പിന്നെ പൊട്ടനെ പുട്ടു വിഴുങ്ങിയ പോലെ അവിടെ നിൽക്കും. അവസാനം ഈ കൊടും കുറ്റവാളി ജാമ്യത്തിൽ ഇറങ്ങിപ്പോരുകയും ചെയ്തു. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, വളരെ ദുഃഖത്തോടാണ്, ജീവൻ പണയം വെച്ചാണ് അവനെ അറസ്റ്റ് ചെയ്തത്. പക്ഷേ കോടതി കൊണ്ടുവന്നപ്പോഴേ അവന് ജാമ്യം കൊടുത്ത്, നിരുപാധികം ജാമ്യം കൊടുത്ത് വിട്ടപ്പോൾ അവനൊരു ചിരിച്ചിട്ട് ഞങ്ങളുടെ മുന്നിൽ കൂടെ പോയി. നമുക്ക് എന്താ ചെയ്യാൻ കഴിയുന്നത്? ഇത് പോലീസിനുണ്ടാകുന്ന ഒരു ധർമ്മസങ്കടമാണ്. ഇനിയിപ്പോൾ ചെന്താമരയുടെ കാര്യം എടുക്കാം. ചെന്താമര ഒരു പരാതി കൊടുത്തു. പരാതി കൊടുത്തപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥൻ എന്താ, SHOയ്ക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? അയാളെ പിടിച്ച് വാണിംഗ് കൊടുക്കാം, അതല്ലെങ്കിൽ അവനെ കസ്റ്റഡിയിൽ വെച്ചു എന്ന് വിചാരിച്ചു. അവനെ കസ്റ്റഡിയിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ വരും, എന്തിനാ ചെന്താമരയെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. നമ്മുടെ രാജ്യത്ത് നീതി നിർവഹണം പോലീസിന് നടത്താൻ തടസ്സമായിട്ട് നിൽക്കുന്ന 2-3 ഘടകങ്ങളിലൊന്ന് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്ന മനുഷ്യാവകാശ കമ്മീഷൻ. മനുഷ്യാവകാശ കമ്മീഷനെ പാവപ്പെട്ട ആരുടെയും മനുഷ്യാവകാശം സംരക്ഷിച്ചായിട്ട് കേട്ടിട്ടുണ്ടോ? തന്നെ കേട്ടിട്ടുണ്ടോ? അവർ സംരക്ഷിക്കുന്ന ഭീകരന്മാരുടെ മനുഷ്യാവകാശം സംരക്ഷിക്കും, കള്ളക്കടത്തുകാരുടെ മനുഷ്യാവകാശം സംരക്ഷിക്കും. അപ്പോൾ അങ്ങനെ ചില ആളുകളുടെ മനുഷ്യാവകാശമാണ് ഇവർ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ടവൻ്റെ മനുഷ്യാവകാശം ആര് സംരക്ഷിച്ചു? അങ്ങനെ ചിത്രമേ എനിക്കറിയത്തില്ല. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് അതുപോലെ തന്നെ നമ്മുടെ നീതിന്യായ കോടതികൾ, ഈ കുറ്റവാളികൾക്കൊക്കെ ഒരു അഭയകേന്ദ്രമായിട്ട് നമ്മുടെ നീതിന്യായ കോടതികൾ മാറുന്നു എന്ന് ഞാൻ ന്യായമായി സംശയിക്കുകയാണ്. കാരണം ഈ ചെന്താമരെ പോലൊരു കൊടും ക്രിമിനലിനെ തുറന്നു വിട്ടത്, ജാമ്യത്തിൽ വിട്ടതാരാണ്? പോലീസാണോ? അല്ല, കോടതിയാണ് തുറന്നു വിട്ടത്. ഇനി ഇപ്പം തന്നെ കോടതിയിൽ വീണ്ടും അവനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 ദിവസം കഴിയുമ്പോൾ ചെന്താമരയ്ക്ക് ജാമ്യം കൊടുത്തു എന്ന് വരാം. ഏത് കൊടും കുറ്റവാളിക്കും തൂക്കുകയർ വിധിക്കുന്നതായിട്ട് തന്നെയുടെ ശ്രദ്ധയിൽപ്പെട്ടുണ്ട്. തൂക്കുകയറില്ല, പരമാവധി ജീവപര്യന്തം, അല്ലെങ്കിൽ ഒരാഴ്ചത്തെ തടവ്, അല്ലെങ്കിൽ 6 മാസത്തെ തടവ്, 5 കൊല്ലത്തെ തടവ്. അത് കഴിയുമ്പോൾ നല്ല 5 സ്റ്റാർ ഫുഡാണ് നമ്മുടെ ജയിലിൽ കിട്ടുന്നത്. അവന് അത്യാവശ്യം ആഹാരമൊക്കെ കഴിച്ച്, എന്നാൽ അവരെ പറഞ്ഞില്ല ഞാൻ വെളി വരുന്നില്ല, ഞാൻ സുഖമായിട്ട് പിന്നെ ആഹാരമൊക്കെ കഴിച്ച് 100 വയസ്സ് വരെ അവിടെ താമസിച്ചുള്ള നല്ല ഫുഡാണ് കൊടുക്കുന്നത്. ഈ കൊടും കുറ്റവാളികൾക്ക് എന്തിനാണ് സർക്കാരിൻ്റെ ചിലവിൽ ഇത്രയും നല്ല ഫുഡ് കൊടുക്കുന്നത്? ഇതിനെക്കുറിച്ച് ഒരിക്കൽ സെൻകുമാർ പറഞ്ഞതാണ്, ഈ ലക്ഷോറിയസ് ആയിട്ടുള്ള ഇവരുടെ ജീവിതം കുറ്റകൃത്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാനാണ് പ്രേരകമാകുന്നത്. അവിടെ എന്തെങ്കിലും ആഹാരത്തിന് കുറവ് വന്നാൽ, ചിക്കൻ റോസ്റ്റ് കിട്ടിയില്ല, അല്ലെങ്കിൽ മട്ടൺ ഫ്രൈ കിട്ടിയില്ലെങ്കിൽ പരാതിപ്പെട്ടാൽ അപ്പം നടപടിയാണ്. പണ്ട് ജയിലിൽ പോകാൻ മടിക്കുന്നതിൻ്റെ കാര്യം അന്ന് ഗോതമ്പുണ്ടായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഗോതമ്പുണ്ട തിന്നാൻ മടിയുള്ളത് കൊണ്ടാണ് പോലീസ് അങ്ങോട്ട് പോകാത്തത്. ഇപ്പോൾ ഒരു ദിവസം എത്ര രൂപയുടെ ഭക്ഷണമാണ് ഇവർക്ക് കൊടുക്കുന്നത്? ഭക്ഷണം കൊടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ല, അവൻ്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഭക്ഷണം കൊടുക്കണം. പക്ഷേ സുഖലോലുപരായിട്ട് അവിടെ താമസിക്കാനുള്ള ഭക്ഷണം കൊടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പം നമ്മൾ ഈ കാര്യത്തിൽ എനിക്ക് താരതമ്യപ്പെടുത്താനുള്ളത് ഒന്ന് UPയുമായിട്ടാണ്. UPയിൽ എന്താണ് യോഗി ആദിത്യനാഥ് ചെയ്തത്? കേരളത്തിലെക്കാട്ടി വലിയ ഭയങ്കര കൊട്ടേഷൻസൊക്കെ ഉള്ള സ്ഥലമായിരുന്നല്ലോ UP. അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടെടുത്തു, ഒരു പോലീസ് ഓഫീസറെ, ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വാർത്തെടുക്കണമെങ്കിൽ എത്ര ലക്ഷം രൂപ ഗവൺമെൻറ് ചിലവഴിക്കും? അപ്പം നമ്മൾ ഒരു സിവിൽ പോലീസ് ഓഫീസർ, അതാണല്ലോ തുടക്കം, അല്ലെങ്കിൽ ഒരു പോലീസ് സബ് ഇൻസ്പെക്ടർ. ഇവിടെ രണ്ടുമാണല്ലോ റിക്രൂട്ട്മെൻ്റ് ഉള്ളത്. ഇവിടെ നിന്ന് റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ഒരു ഓഫീസറെ പോലീസ് അക്കാഡമിയിൽ കൊണ്ടുപോയി ട്രെയിൻ ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയാണ് ഗവൺമെൻറ് ചിലവഴിക്കേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരു കുറ്റവാളിയെ പിടിക്കാൻ പോയി. കുറ്റവാളി പോലീസ് ഉദ്യോഗസ്ഥരെ കൊന്ന എത്രയോ കേസുണ്ട്. ആഡ് ആൻ്റണി എന്ന് പറഞ്ഞൊരു വലിയൊരു പാവപ്പെട്ട പോലീസുകാരനെ കുത്തിക്കൊന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അതേസമയം പോലീസുകാർക്ക് റിവോൾവർ കൊടുക്കുകയും ഇത്തരം കുറ്റവാളികളെ ഷൂട്ട് അറ്റ് സൈറ്റ്, അവനെ കണ്ട വെടിവെച്ച് വന്നേക്കണം, ചെന്താമരയെ വെടിവെച്ച് കൊല്ലണമെന്ന് ഞാൻ പറയുന്നത്. എന്തിനാ ചെന്താമരയുടെ പുറകെ നടക്കുന്നത്? അവൻ പിന്നെ ജാമ്യത്തിലിറങ്ങി, അവൻ കുറ്റകൃത്യം കാണിക്കുകയാണെങ്കിൽ ഈ ഇന്ത്യ രാജ്യത്തെ ഭാരതീയ ന്യായ സംഹിത കേരളത്തിനും UPക്കും എല്ലാം ഒരുപോലല്ലേ? കൊടും കുറ്റവാളി, ഒരു കാരണവശാലും സമൂഹത്തിന് ഗുണകരമാകാത്തവൻ, അല്ലെങ്കിൽ സമൂഹത്തിന് ഭീഷണിയായിട്ട് മാറുന്നവൻ, ഈ ചെന്താമര സൈസ് ആളുകൾ, അവനെ 10 പേരെ വെടിവെച്ച് കൊല്ലാൻ
പോലീസിന് അധികാരം കൊടുത്താൽ പോലീസ് അത് ചെയ്താൽ നമ്മുടെ ക്രമസമാധാനം വളരെ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഒരാളെ വെടിവെച്ചു ഒന്നും വിചാരിച്ചോളൂ, ചെന്താമരെ പോലീസ് വെടിവെച്ചു ഒന്നും വിചാരിച്ചോളൂ, പ്രതിപക്ഷം എന്നാ ബഹളം ഉണ്ടാക്കുന്നത്? 100,000 സ്റ്റേറ്റ്മെൻറ്റ് വരും. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത് ഇത് വളരെ പൊളിറ്റിക്കലൈസ് ചെയ്തിരിക്കുകയാണ്. പോലീസുകാരെ പത്തനംതിട്ട ചെയ്ത ആ തെമ്മാടിത്തരം ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷേ പ്രതികൂലമായ സാഹചര്യത്തിൽ ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പ്രശ്നം മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ കോടതികൾ കുറ്റവാളികളോട് കാണിക്കുന്ന ദയാപൂർവമായ സമീപനം അത് വലിയ അപകടത്തിലേക്കാണ് ഇന്ത്യയെ കൊണ്ടുപോകുന്നത്. ഗോവിന്ദച്ചാമി എന്ന് പറഞ്ഞ ഒരുത്തൻ, അവനെ സൗമ്യം പറഞ്ഞൊരു പാവപ്പെട്ട പെണ്ണിനെ റെയിൽവേ ട്രാക്കിലിട്ട് റേപ്പ് ചെയ്താണ് കൊന്നത്. അവനെ സെഷൻ കോടതി തൂക്കിക്കൊല്ലാൻ വിധിച്ചു, ഹൈക്കോടതി തൂക്കിക്കൊല്ലാൻ വിധിച്ചു, സുപ്രീം കോടതി ചെന്നപ്പോൾ അവനെ എന്നുവെച്ചാൽ അവനെ ഈ കൊടും ക്രിമിനലിന് അവൻ മരിക്കുന്നിടം വരെ അല്ലെങ്കിൽ അവൻ ഇത്ര വർഷം വരെ നമ്മൾ ആഹാരം കൊടുത്ത് അവനെ സംരക്ഷിക്കണം, അവൻ ഇറങ്ങി അടുത്ത ആളിനെ കൊല്ലും. ഇത് ഞാനതാ പറഞ്ഞത്. ഇപ്പോൾ കോടതികളൊക്കെ പറയുന്നത് റെയറസ്റ്റ് ഓഫ് റെയർ കേസിനെ തൂക്കിക്കൊല്ലാവും. എന്തുവാണോ ഈ റെയറസ്റ്റ് ഓഫ് റെയർ കേസ്? ചെന്താമരുടെയും റെയറസ്റ്റ് ഓഫ് റെയർ കേസ് അല്ല, കാരണം അയാളിറങ്ങി 1-2 പേരെ കൊന്നു. എന്തോ റെയറസ്റ്റ് ഓഫ് റെയർ. ഗോവിന്ദച്ചാമിയുടെയും റെയറസ്റ്റ് ഓഫ് റെയർ കേസ് അല്ല. ഒരു പെങ്കൊച്ച് അവളെ കാമുകനെ വിഷം കൊടുത്തു കൊന്നു, അത് തൂക്കിക്കൊല്ലാൻ വിധിച്ചു. പക്ഷേ ഹൈക്കോടതി ചെല്ലുമ്പോൾ ഊരിപ്പോരും, അല്ലെങ്കിൽ സുപ്രീം കോടതി ചെല്ലുമ്പോൾ ഊരിപ്പോരും. അതും റെയറസ്റ്റ് ഓഫ് റെയർ കേസ് അല്ല. ഇനി റെയറസ്റ്റ് ഓഫ് റെയർ കേസ് ഇന്ത്യയിൽ ഉണ്ടാകണമെങ്കിൽ അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ആരെങ്കിലും ഇവിടെ ആളുകളെ കൊന്നെങ്കിൽ റെയറസ്റ്റ് ഓഫ് റെയർ ആകും. എല്ലാ തരത്തിലുള്ള കൊലപാതകങ്ങളിൽ റെയറസ്റ്റ് ഓഫ് റെയർ അല്ല എന്ന് പറഞ്ഞ് ലാഘവത്തോടെ കാണുന്ന ഈ ജുഡീഷ്യറി നമ്മുടെ രാജ്യത്തെ അരാജകത്വം വർദ്ധിപ്പിക്കുകയാണ്. അത്തരം അരാജകത്വം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസ്ഥാനത്തെ ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ഈ കൊടും കുറ്റവാളികളെ ഈ പോലീസുകാരൻ്റെ ജീവിതം നഷ്ടപ്പെടാതെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് കൊടുത്ത് 4-5 പേരെ വെടിവെച്ച് കൊന്നു കഴിയുമ്പോൾ ആ കാര്യം കഴിയും. സത്തനാർ എന്ന് പറഞ്ഞൊരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു. ഒരു പാവപ്പെട്ട പെണ്ണിനെ വഴി ചോദിച്ച് നിർത്തിയപ്പോൾ അവളെ കൊണ്ടുപോയി ഒരു വെറ്ററിനറി ഡോക്ടർ സംതിങ്, അഥവാ എൻ്റെ ഓർമ്മ ആന്ധ്രയിലാണെന്ന് തോന്നുന്നു, ആ കുട്ടിയെ ക്രൂരമായി കൊന്നവൻ. അപ്പോൾ അയക്കറിയായി ഇത് കോടതി കൊണ്ടുപോയൊന്നും നടക്കത്തില്ല, ഒരു യുക്കം നടക്കത്തില്ല. അവൻ 6 മാസത്തെ ശിക്ഷിക്കുക, അല്ലെങ്കിൽ 2 കൊല്ലത്തേക്ക് ശിക്ഷിക്കുക. അവൻ പിന്നെ ഇറങ്ങി നടന്ന് റേപ്പിംഗ് നടത്തും. അവൻ പറഞ്ഞ് കോടതിയിലൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല, വെടിവെച്ച് കൊല്ലാൻ പറഞ്ഞു. വെടിവെച്ച് കൊന്നപ്പോൾ കോടതി സത്തനാർക്കെതിരായിരുന്നു. കൃഷ്ണപ്രഭ എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു മലപ്പുറത്ത്. അവിടെ അച്ഛൻ ശങ്കരനാരായണൻ എന്ന ആളുണ്ട്. അവളെ കൊണ്ടുപോയി ഇതുപോലൊരു ക്രിമിനൽ, അവൾ സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോൾ അച്ഛൻ വിളിക്കുന്നു പറഞ്ഞ്, അച്ഛൻ്റെ കൂട്ടുകാരനാണ് അവന്, അച്ഛൻ വിളിക്കുന്നു പറഞ്ഞ് ഇവളെ കൂട്ടിക്കൊണ്ടുവന്ന് ഒരു കാട്ടിൽ വിളിച്ചുകൊണ്ടുപോയി അവളെ ക്രൂരമായിട്ട് റേപ്പ് ചെയ്ത് കൊന്നു. കോടതി ചെന്നു, ഇതുപോലെ ജാമ്യം കിട്ടിറങ്ങി. അവിടെ നിന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ജാമ്യം കിട്ടിയിറങ്ങി. അപ്പോൾ ശങ്കരനാരായണൻ മനസ്സിലായി കോടതിയിലെങ്കിലും പോയി ചുക്ക് നടക്കാനൊന്നും പോകുന്നില്ല, അതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും, അവിടെ വിചാരണയും കേസൊക്കെ ആയിട്ട് പോകും. ശങ്കരനാരായണൻ സുഹൃത്തിൻ്റെ ഒരു തൂക്കുമായിട്ട് എന്ന് ഇവനെ വെടിവെച്ചു കൊന്നു. ശങ്കരനാരായണൻ ശിക്ഷ നടപ്പാക്കി. അദ്ദേഹത്തിൻ്റെ മകളെ കൊന്ന കുറ്റവാളിയോടുള്ള ശിക്ഷ ശങ്കരനാരായണൻ നടപ്പാക്കാനുള്ള കാരണം ശിക്ഷ നടപ്പാക്കാൻ കോടതിക്ക് കഴിയാത്തതുകൊണ്ടാണ്. എന്തിനാണ് ഇങ്ങനെയുള്ള കോടതികൾ? അപ്പോൾ അതുകൊണ്ട് ശങ്കരനാരായണൻ ശിക്ഷ നടപ്പാക്കി. ശങ്കരനാരായണന് ശിക്ഷ കൊടുത്തു സെഷൻ കോടതിയെങ്കിലും. ഹൈക്കോടതി ചെന്ന് കഴിഞ്ഞപ്പോൾ ഹൈക്കോടതി കേസ് കേട്ട ജഡ്ജി കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിരുന്നു. എൻ്റെ ഓർമ്മ 100,000 കുറ്റവാളികൾ ഇങ്ങനെ ഇവിടെ സുഖമായിട്ട് കഴിയുമ്പോൾ ശങ്കരനാരായണൻ കൊന്നതിന് അതിൻ്റെ റീസണുണ്ട്, പുറത്ത് പോട്ടെ എന്ന് പറഞ്ഞ് ശങ്കരനാരായണനെ ശങ്കരനാരായണൻ കുറ്റം സമ്മതിച്ചു എന്നുള്ളതാണ് കാര്യം. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, ആർക്കൊക്കെ അച്ഛനെയോ മകളെയോ അമ്മയോ ഭാര്യയോ ഒക്കെ നഷ്ടപ്പെടുന്നു, അത്തരം ആളുകൾ ആയുധമെടുത്ത് അവരെ കൊന്ന അല്ലെങ്കിൽ കുറ്റവാളികൾക്കെതിരെ സ്വയം നീതി നടപ്പിലാക്കാൻ കേരളത്തിലേക്ക് പോകുന്ന കാലം അനധിവിദൂരമല്ല. ചെന്താമരയെപ്പോലുള്ള കുറ്റവാളികളോട് ലാഘവത്തോടുള്ള പെരുമാറ്റമാണ് കോടതികൾ തുടരുന്നതെങ്കിൽ പോലീസും നിസ്സഹായമാകും എന്ന് നമ്മൾ മറക്കരുത്. അതുകൊണ്ട് കോടതിയും പോലീസും എല്ലാം ചേർന്ന് ഒരുപോലെ നിന്നെങ്കിൽ മാത്രമേ നമ്മുടെ സംസ്ഥാനത്ത് ക്രമസമാധാനം പാലിക്കാനുള്ളൂ. അതിന് പോലീസിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ പത്തനംതിട്ട നടന്ന ഈ തോന്നിവാസം ഞാൻ ന്യായീകരിക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശനമായ ശിക്ഷാ നടപടി സ്വീകരിക്കണം. അല്ലാതെ അവരെ ലാഘവത്തോടത് കണ്ടാൽ ഗവൺമെൻറ്റിന് വലിയ ബാധ്യത ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.